നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് രാജ്യം കടന്നിരിക്കുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾക്കിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോയ 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയായിരിക്കുന്നു. ഒഡീഷയും ആന്ധ്രാപ്രദേശും അരുണാചൽ പ്രദേശുമാണ് ആ 3 സംസ്ഥാനങ്ങൾ. ഒഡീഷയിലെ 147 സീറ്റുകൾ, ആന്ധ്രാപ്രദേശിലെ 175 സീറ്റുകൾ, അരുണാചൽ പ്രദേശിലെ 60 സീറ്റുകൾ, അങ്ങനെ ആകെ മൊത്തം 382 സീറ്റുകളിൽ നടന്നത് വമ്പൻ പോരാട്ടം തന്നെയാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇടയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ 3 സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ അധികാരം കൂടി പിടിക്കുമെന്ന്. ഈ 3 സംസ്ഥാനങ്ങളിലെ കക്ഷിനില പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവിടുത്തെ രാഷ്ട്രീയ നില പരിശോധിക്കുമ്പോൾ BJPക്കുള്ള സാധ്യതകൾ വലുതാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ആദ്യം ദക്ഷിണേന്ത്യയിലെ ആന്ധ്രാപ്രദേശിലേക്ക് തന്നെ വരാം. 175 അംഗ നിയമസഭയിൽ ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയുടെ YSRCPക്കുള്ളത് 135 സീറ്റുകളാണ്. പ്രധാന പ്രതിപക്ഷമായുള്ളത് NDA തന്നെയാണ്. NDAയിൽ BJPക്ക് വെറും 2 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതേസമയം ചന്ദ്രബാബു നായിഡുവിന്റെ TDPക്കാവട്ടെ 23 സീറ്റുകളുണ്ട്. പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിക്ക് 1 സീറ്റ് എന്നിങ്ങനെയാണ് നിലവിലുള്ള കക്ഷിനില. എന്തായാലും ഈ ആന്ധ്രാപ്രദേശിൽ സഖ്യമായതുകൊണ്ട് തന്നെ, TDP ഒപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ BJPക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ ഒരു ഭരണമാറ്റം തന്നെയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. NDA സർക്കാർ അധികാരത്തിൽ വരുമെന്ന് കൂടി അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കാരണം ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ആന്ധ്രയിലെങ്ങും വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് BJP ഇവിടെ വലിയ പ്രതീക്ഷകൾ വെക്കുന്നത്. അടുത്ത സംസ്ഥാനം ഒഡീഷയാണ്. 147 അംഗ നിയമസഭയിൽ നിലവിൽ നവീൻ പട്നായിക്കിന്റെ BJDക്കുള്ളത് 111 സീറ്റുകളാണ്. പ്രധാന പ്രതിപക്ഷമായ BJPക്കാവട്ടെ 22 സീറ്റുകളുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് 8 സീറ്റുകളും CPMന് 1 സീറ്റുമുണ്ട്. 4 സ്വതന്ത്രരുണ്ട്. ഇങ്ങനെയാണ് അവിടുത്തെ നിലവിലുള്ള കക്ഷിനില എന്ന് പറയുന്നത്. ഇവിടെ ബിജു ജനതാദളിന് ഒരുപക്ഷെ സംസ്ഥാനത്ത് വേറെ ആരും പകരം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ബിജു ജനതാദളിന് ഒരു വലിയ തിരിച്ചടി നേരിടാൻ സാധ്യതയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കാരണം ഇപ്പോൾ BJDയിൽ തമിഴ്നാട് സ്വദേശിയായ ഈ നവീൻ പട്നായിക്കിന്റെ ഏറ്റവും അടുത്ത അനുയായിയായ വിശ്വസ്തനായ VK പാണ്ഡ്യന്റെ സാന്നിധ്യമുണ്ട്. VK പാണ്ഡ്യനെതിരെ പാളയത്തിൽ തന്നെ പടയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പലവട്ടം അത് പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. BJDയിലെ മുതിർന്ന നേതാക്കളടക്കം കോൺഗ്രസ് പാർട്ടിയിലേക്കും BJPയിലേക്കും കൂടുമാറുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ ഒഡീഷയിൽ കണ്ടതാണ്. എന്തായാലും ഇതൊക്കെ തന്നെയാണ് BJDക്ക് ഇത്തവണ അവിടെ വലിയ പ്രതിസന്ധി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നവീൻ പട്നായിക് രാജ്യത്ത് തന്നെ ഏറ്റവും അധികം തവണ തുടർ ഭരണം ലഭിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. ഇക്കുറി അദ്ദേഹം പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അവിടെ BJP കൃത്യമായ രീതിയിൽ തന്നെ അടിയൊഴുക്കുകൾ നിരീക്ഷിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെ അടർത്തിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒഡീഷയിൽ ഭരണം പിടിക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസമുണ്ട്. അടുത്ത സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. BJPക്ക് ഭരണ തുടർച്ചയുണ്ടാകുമെന്നതിൽ ഒരു സംശയവുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു ആശങ്കയുടെയും സ്ഥിതികൾ നിലനിൽക്കാത്ത ഒരു സംസ്ഥാനമാണ്. 60 അംഗ നിയമസഭയാണ് അവിടെ ഉള്ളത്. നിലവിൽ അവിടെ NDA സർക്കാർ 51 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഭരണം നടത്തുന്നത്. BJPക്ക് 48 സീറ്റുകളും നാഷണൽ പീപ്പിൾസ് പാർട്ടിക്ക് 2 സീറ്റുകളും 1 സ്വതന്ത്രനുമാണ് ഉള്ളത്. കോൺഗ്രസിന് 1 സീറ്റാണ് ഉള്ളത്. അരുണാചൽ പ്രദേശിൽ ഭരണ തുടർച്ച BJP നേടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലും കൂടി ഭരണം പിടിക്കുകയാണ് അവരുടെ വലിയ ലക്ഷ്യം. ഈ ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയും അതിനോടൊപ്പം തന്നെ ഒഡീഷയിലെ നവീൻ പട്നായിക്കിനെയും ഒക്കെ ഈ വൻമരങ്ങളെ തന്നെ കടപുഴക്കാനുള്ള എല്ലാ തന്ത്രവും തങ്ങൾ ആവിഷ്കരിച്ചിരുന്നു എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പലവട്ടം തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ 3 സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിലേറും എന്നുകൂടി അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ അടക്കമുള്ള ആളുകൾ ഈ 382 സീറ്റുകളിൽ ഉണ്ടാകാൻ പോകുന്ന പോരാട്ടത്തെക്കുറിച്ച് വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് മലയാളം.